പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷ പഠനം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് യോഹന്നാൻ എന്തിനാണ് ഈ സുവിശേഷം എഴുതിയത് എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷ രചനയ്ക്ക് കാരണമായി പറയുന്ന വചനം നമ്മൾ വായിച്ചിരുന്നു. ഇവയൊക്കെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണ്, യേശു ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവയൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണിത്. ഇപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാനിതെല്ലാം എഴുതിയത്, ഈ മെറ്റീരിയൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തത്, യേശുവിനെ സംബന്ധിക്കുന്ന ഈ വിശദാംശങ്ങളെല്ലാം ഞാൻ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ കാരണം നിങ്ങൾ എന്ത് വിശ്വസിക്കണം? യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കണം. യേശു ദൈവപുത്രനാണ്, ക്രിസ്തുവാണ്, ദൈവമാണ് എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് വഴിയായി എന്തുണ്ടാവണം? ജീവനുണ്ടാവണം. അപ്പോൾ വിശ്വസിക്കുക, ജീവനുണ്ടാവുക. ഇതിനെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്ദർഭത്തിൽ ഒരിക്കൽ മാത്രം വിശ്വസിക്കുക എന്നല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒരിക്കൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ യോഹന്നാൻ എവിടെ വിശ്വസിക്കുക എന്ന് സൂചിപ്പിച്ചാലും യോഹന്നാൻ സൂചിപ്പിക്കുന്നത് ഒരു മൊമെൻറ്റിൽ വിശ്വസിക്കുന്ന, ഒരു സന്ദർഭത്തിൽ മാത്രം വിശ്വസിക്കുക. ഒരു പ്രത്യേക സമയത്ത്, ഉദാഹരണത്തിന് ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് യേശുവിൽ വിശ്വസിച്ചു. അല്ലെങ്കിൽ അന്ധനായിരുന്ന മനുഷ്യൻ സൗഖ്യം കിട്ടിയ സമയത്ത് യേശുവിൽ വിശ്വസിച്ചു. സമറിയാക്കാരി കിണറ്റിൻകരയിൽ വെച്ച് യേശുവിൽ വിശ്വസിച്ചു. നിക്കോദെമോസ് രാത്രിയിൽ യേശുവുമായി നടത്തിയ സംഭാഷണത്തിനൊടുവിൽ യേശുവിൽ വിശ്വസിച്ചു. അങ്ങനെ ഒരു പ്രത്യേക മൊമെൻറ്റിൽ വിശ്വസിക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് വിശ്വസിക്കുക എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തുടർച്ചയായി വിശ്വസിക്കുക എന്ന അർത്ഥത്തിലാണ്. കണ്ടിന്യൂസ്ലി ബിലീവ്, അതായത് മരണം വരെ വിശ്വസിക്കുക, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുക എന്നാണല്ലോ നമ്മൾ വായിച്ചത്. നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് ജീവനുണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പറയേണ്ടത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവാണെന്ന് നിങ്ങളെപ്പോഴും വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ഇത് ഒരു ദിവസം മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് യേശു ക്രിസ്തുവാണ് എന്ന വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിസ് ഡസൻ റെഫർ ടു എ വൺ ടൈം ഈവൻറ്റ്. ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല, കണ്ടിന്യൂസ്ലി ബിലീവ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വചനം വായിക്കുമ്പോൾ അത് വ്യക്തമാവും. ഇപ്പോൾ യോഹന്നാൻ 3:16 വായിക്കാം. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാവുന്ന വചനമാണത്. എന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന വായിക്കാം. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അതെങ്ങനെയാണ്? യോഹന്നാൻ അങ്ങനെയാണോ? യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അപ്പോൾ അതിനെങ്ങനെ യഥാർത്ഥത്തിൽ പറയണ്ടേ? യേശുവിനെ വിശ്വസിക്കുന്ന എന്നല്ല പറയണ്ടേ, അവനിൽ തുടർച്ചയായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഏവനും, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അവനിൽ എപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഏവനും, ഒരിക്കൽ മാത്രം വിശ്വസിച്ചു എന്നല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ചു, അതോടെ അവസാനിപ്പിച്ചു, അങ്ങനെയല്ല, എപ്പോഴും വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം തുടർച്ചയായി നമ്മളിൽ നിലനിൽക്കേണ്ട ഒരു ദൈവിക യാഥാർത്ഥ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിക്കുക. അപ്പോൾ ആ വചനം എങ്ങനെയാണ് വായിക്കേണ്ടത്? അവനിൽ എപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഇതിനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാണ്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വിശ്വസിക്കുക എന്നാണ്. ഹെബ്രായ ലേഖനത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വചനം കാണാനായിട്ട് പറ്റും. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം എടുക്കുക. ഹെബ്രായ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം എടുക്കുക. 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഹെബ്രായർ 3:14. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഈ പങ്കുകാരാവുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ഉണ്ടാവുക, യേശുവിനോട് ബന്ധമുണ്ടാവുക, യേശുവിൽ നിലനിൽക്കുക, യേശുവിൽ വസിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ പങ്കുകാരാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ഓഹരി ഉണ്ടാവുക, ക്രിസ്തുവിനോടുകൂടെ കൂട്ടായ്മ ഉണ്ടാവുക, ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തു സ്വന്തമാവുക. അപ്പോൾ ക്രിസ്തു സ്വന്തമാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത്? നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അപ്പം അതാണ് എപ്പോഴും ഓർത്തിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എവിടെ നമ്മൾ വിശ്വസിക്കുക എന്ന ഒരു പരാമർശം വന്നാലും അത് വിശ്വസിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിക്കുക, എപ്പോഴും വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തുടർച്ചയായിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണ്? യോഹന്നാൻ 3:16 അല്ലെങ്കിൽ ഈ യോഹന്നാൻ 20:31 യോഹന്നാൻ എന്തിന് ഈ സുവിശേഷം എഴുതി എന്ന വാചകം യോഹന്നാൻ 20:31 ഞാൻ ഇങ്ങനെ പറയാം. എന്താണ്? നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് തുടർച്ചയായി വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി നിങ്ങൾക്ക് തുടർച്ചയായി അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന്. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് തുടർച്ചയായി വിശ്വസിക്കുന്നതിനും അങ്ങനെ തുടർച്ചയായി വിശ്വസിക്കുന്നത് വഴി നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ എപ്പോഴും തുടർച്ചയായി ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ജീവൻ, ഒരിക്കലും നിന്നു പോകാത്ത ജീവൻ. ഇപ്പോൾ ഈ ശരീരത്തിലെ ജീവൻ്റെ പ്രത്യേകത, ആ ജീവൻ നിന്നു പോവും. അത് നിന്നു പോകുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് മരണം, അല്ലേ? മരണം. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ പേരാണ് മരണം. അപ്പോൾ അതാണ് കാറ്റുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ജീവൻ്റെ പ്രത്യേകത, അത് മരിക്കും, അതിന് മരണമുണ്ട്, അതിൻ്റെ ഒരു അവസാനമുണ്ട്, അതിനൊരു ഡെഡ് എൻഡ് ഉണ്ട് ആ ജീവന്. എന്നാൽ ഈ നിത്യജീവൻ, യേശു തരുന്ന ജീവൻ്റെ പ്രത്യേകത, അതൊരിക്കലും അവസാനിക്കാത്ത ജീവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യം ജീവിക്കും, അല്ലേ? നിത്യം ജീവിക്കും, എന്നും ജീവിക്കും. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. എന്താണ്? അത് ഒരിക്കലും അവസാനിക്കുക, അത് ശിക്ഷാവിധി ഉണ്ടാവുന്നില്ല, അത് എന്നേക്കും നിലനിൽക്കുന്ന ജീവൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനിക്കാത്ത ജീവൻ, നിത്യജീവൻ. രണ്ടാമത് ജീവൻ എന്ന് പറയുമ്പോൾ സമൃദ്ധമായ ജീവൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യോഹന്നാൻ 10:10 അറിയാവുന്ന വചനമാണ്. എന്താണ്? ഞാൻ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബൻഡൻസ്. അബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ. അതെന്താ വ്യത്യാസം? സാധാരണ ജീവനും സമൃദ്ധമായ ജീവനും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് ഒരാൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം, നന്നായിട്ടും ജീവിക്കാം. വ്യത്യാസമുണ്ടോ? ഉണ്ട്. തട്ടിയും മുട്ടിയും ജീവിക്കാം, നന്നായിട്ടും ജീവിക്കാം. വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്ന് പറഞ്ഞ പോലാണത്. ഈ ക്രിസ്തുവിലുള്ള ഒരു സാധാരണ ജീവിതം ഒരാൾക്ക് നയിക്കാം, അബണ്ടൻ്റായിട്ടും ജീവിക്കാം, സമൃദ്ധമായിട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമുക്ക് നേടിയെടുത്ത് ദൈവം തന്ന എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു ഉയർന്ന ജീവൻ, അതാണ് സമൃദ്ധമായ ജീവൻ. എല്ലാ ക്രിസ്തുവിലൂടെ നേടിയെടുക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളുടെയും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവൻ, സമൃദ്ധമായ ജീവൻ. ഇതൊക്കെ കൂടുതൽ വ്യക്തത നമുക്ക് കുറേ കഴിയുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ സങ്കല്പങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ എന്നാണെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുന്നും വേണ്ട. ഇപ്പോൾ ഈ കോൺസെപ്റ്റുകളെ നമ്മൾ പതുക്കെ പരിചയപ്പെട്ട് വരികയാണ്. ഇനി പതുക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത കിട്ടും, കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ജീവൻ എന്ന് പറയുമ്പോൾ 2 തലത്തിലാണ്. ഒന്നാമത്തെ ഏതാണ്?
അവസാനിക്കാത്ത നിത്യജീവൻ. രണ്ടാമത്തേത് സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവൻ. അപ്പോൾ ജീവൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇറ്റേണൽ ലൈഫ്. ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അതൊരിക്കലും അവസാനിക്കത്തില്ല. ക്വാളിറ്റിയാണ് സമൃദ്ധമായ ജീവൻ. അങ്ങനെ രണ്ട് തലത്തിനാണ് ജീവനെ അവതരിപ്പിക്കുന്നത്. ഇനി വിശ്വസിക്കുക, ആ വാക്ക് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാനും വേണ്ടിയാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുന്ന ഈ വാക്ക് 98 തവണയാണ് ഈ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത്. 98 തവണ. അതുകൊണ്ട് തന്നെ ഈ വാക്കിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന വാക്ക് 98 തവണ ഈ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 3 അർത്ഥമാണുള്ളത്. വിശ്വസിക്കുക എന്നുള്ളതിന് 3 അർത്ഥമാണുള്ളത്. 3 അർത്ഥം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത് ഞാൻ 3 വാക്ക് പറയാം. വാക്ക് നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നാമത്തേത് ക്രെഡൻസ്. ക്രേതോ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ്, ഫെയ്ത്ത് എന്നാണ്. അപ്പോൾ ടു ബിലീവ് എന്നാണ്. ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക് നിങ്ങൾ ഓർത്ത് വേവലാതിപ്പെടുകയോ വേണ്ട, ഞാൻ പറയുമ്പോൾ അത് അങ്ങ് അടുക്കി പറയാൻ വേണ്ടി അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഒന്ന് ക്രെഡൻസ്, വിശ്വാസത്തിന് 3 അർത്ഥമുണ്ട്. ഒന്ന് ക്രെഡൻസ്, 2 കോൺഫിഡൻസ്, 3 കണ്ടിന്യൂവൻസ്. അപ്പോൾ ഒന്ന് ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. എന്താണ്? ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അതിനെന്താ ഒരു ഉദാഹരണം? ഇപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു 10-20 ചേട്ടന്മാർ പണിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇരിപ്പുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നു, അവരവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അവരിയ്ക്കുന്നത് നമ്മളുടെ വ്യത്യാസം എന്താ? എല്ലാവരും ഇരിക്കുകയല്ലേ? അവർ പണി കഴിഞ്ഞിട്ടിരിക്കുന്നു, നമ്മൾ പണിയൊന്നുമില്ല. അല്ല, എന്താ വ്യത്യാസം? അല്ല, അത് വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ നമ്മളിരിക്കുന്നതും കൂട്ടുകാരെല്ലാം കൂടെ ജോലി കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്താ നമ്മുടെ വ്യത്യാസം? നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണ്? നമ്മളിരിക്കുന്നതിന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്നറിയോ? നമുക്കിടയിൽ അവരുടെ ഇടയിൽ ഇല്ലാത്ത ഒരാളുണ്ട്. അതാണ് വ്യത്യാസം. വ്യത്യാസം അതാണ്. നമുക്കിടയിൽ അവരുടെ ഇടയിൽ ഇല്ലാത്ത ഒരാളുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ, അല്ലേ, ഇവിടെ ഇരിക്കുന്നത് എൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിലാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ 2-3 പേർ എവിടെ ഒരുമിച്ച് കൂടിയാലും നിങ്ങളുടെ മധ്യേ. അപ്പോൾ എന്താണ് നമ്മുടെ കൂട്ടായ്മകളെ വ്യത്യസ്തമാക്കുന്നത്? നമുക്കിടയിലുള്ള കർത്താവിൻ്റെ പ്രസൻസാണ്, നമുക്കിടയിലുള്ള ഹോളി സ്പിരിറ്റിൻ്റെ മൂവിങ് ആണ്, നമുക്കിടയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഞാനിത് നിങ്ങളോട് പറയുകയാണ്. നമുക്കിടയിൽ ആരുണ്ട്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളിനി 1-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വചനം വായിക്കും. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. യോഹന്നാൻ പറയുകയാണ്, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതാ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ, ഈ സന്ധ്യാസമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കിടയിൽ ആരുണ്ട്? യേശുവുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം. ഒരു കാര്യം സത്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഒരു കാര്യം സത്യമാണെന്ന് സമ്മതിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ഒരർത്ഥം. ഇപ്പോൾ പിടികിട്ടിയല്ലോ? ഒന്നാമത്തെ ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ വിശ്വസിച്ചിട്ട്, നമ്മുടെ കൂടെ കർത്താവുണ്ടെന്ന് വിശ്വസിച്ചിട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം. അപ്പോൾ ഒന്ന്, നമ്മൾ ഇത് ഈശോ ഉണ്ടെന്ന് സമ്മതിച്ചു. രണ്ടാമത്തേത്, അപ്പോഴാണ് നമുക്ക് പറയുന്നത്, എന്താണ് നമുക്ക് വലിയൊരു സങ്കടമുള്ളൊരു കാര്യം വരുന്നു. പെട്ടെന്ന് നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഈശോ നമുക്കിടയിലൂടെ നമ്മൾ വിശ്വസിക്കുന്നു. അന്നേരമാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വയ്യാതായി എന്ന് നമ്മൾ കേൾക്കുകയാണ്, സുഖമില്ലാതായി. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിശ്വസിച്ചാൽ നമുക്കിടയിൽ ആരുണ്ട്? യേശുവുണ്ട്. ആ യേശു ആ കാര്യം ടേക്ക് കെയർ ചെയ്യും. ആ യേശു അത് നോക്കിക്കൊള്ളും. യേശുവിന് അതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും. കർത്താവ് കൈവിട്ട് കളയത്തില്ല എന്നോർത്ത് മനസമാധാനത്തോടെ ഇരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥമായി. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? മനസമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു സഹോദരനാണ്. അവിടെ ഒരു കൺവെൻഷന് വന്നിട്ട്, കൊട്ടാരക്കര കൺവെൻഷന് വന്നപ്പോൾ അങ്ങനെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ വന്നു. അമ്മയ്ക്ക് സുഖമില്ലാതായി. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു,
അപ്പോൾ ഇപ്പോൾ പോയാലും അവിടെ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പോയാലും അരമണിക്കൂർ ആരാധന കഴിഞ്ഞ് പോയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഡോക്ടർമാരല്ലേ നോക്കുന്നത്, നമ്മളല്ലല്ലോ നോക്കുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പോയാലും അരമണിക്കൂർ കഴിഞ്ഞ് പോയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരോട് അരമണിക്കൂർ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമ്മച്ചി താണ്ട ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു സഹോദരൻ പറഞ്ഞാണ്, അതെന്താണ്, വിശ്വസിച്ചൊരു കാര്യത്തെ ഏറ്റെടുത്തിട്ട് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നതിൻ്റെ പേരാണ് കോൺഫിഡൻസ് എന്ന്. വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം അതാണ്, കോൺഫിഡൻസ്. അതായത് ഈ ക്രെഡൻസ് അല്ലേ, ക്രെഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രെഡൻസ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്, അത് ഓർമ്മ വരരുത്. അപ്പോൾ ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, അങ്ങനെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ, അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം സത്യത്തിൽ ആശ്രയിക്കുകയും സത്യത്തെ അനുസരിക്കുകയും ചെയ്യുന്നതാണ്. സത്യത്തിൽ എന്താ പറഞ്ഞേ, സത്യത്തിൽ ആശ്രയിക്കുകയും സത്യത്തെ അനുസരിക്കുകയും ചെയ്യുന്നതാണ്. സത്യത്തിൽ ആശ്രയിക്കുകയും സത്യത്തെ, അല്ലെങ്കിൽ അതിന് എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കാണ് അനുഗമിക്കുക. സത്യത്തെ അനുഗമിക്കുക എന്നുള്ളത്. അപ്പോൾ സത്യത്തെ സത്യം ആരാ? സത്യനാണോ? യേശുവാണ്. സത്യവാനാണ് യേശുവാണ്. യേശുവാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, അതനുസരിച്ച് യേശു നോക്കിക്കൊള്ളൂ എന്ന് വിചാരിക്കുക, യേശുവിനെ അനുഗമിക്കുക, ഈശോ പറയുന്നതൊക്കെ കേൾക്കുക, ഈശോ പറയുന്ന വഴിക്കൊക്കെ പോവുക. അതാണ് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഒരർത്ഥം. അതാണ്. അപ്പോൾ ഈ ആദ്യത്തേത് വളരെ നമുക്ക് എളുപ്പമുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം സത്യം, ഈശോ ഉണ്ട് ഒക്കെ പറയാം, അതൊക്കെ വിശ്വസിക്കാൻ എളുപ്പമുണ്ട്. സെക്കൻഡ് സ്റ്റേജ് വളരെ ഡിഫിക്കൽട്ടാണ്. സെക്കൻഡ് സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈശോ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. മൂന്നാമത്തേത് കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ മരണം വരെ നിലനിൽക്കുക എന്നുള്ളതാണ്. വൺസ് ആൻഡ് ഫോർ ഓൾ ഈവൻ്റ് അല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നല്ലൊരു ധ്യാനം കൂടി ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ചു, പിന്നെ ഒരു 16 കൊല്ലത്തേക്ക് വിശ്വാസമില്ല എന്നുള്ളത്. അങ്ങനെയല്ലത്. ലാസ്റ്റ് മോമെൻ്റ് വരെ, അവസാനത്തെ മോമെൻ്റ് വരെ ഈ പറഞ്ഞ ക്രെഡൻസിലും കോൺഫിഡൻസിലും നിലനിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ അർത്ഥം. ഈ ഒരു കാര്യം സത്യമാണ്, ഈശോ സത്യമാണെന്ന് അംഗീകരിക്കുന്നു, ആ ഈശോയിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ജീവിതം നയിക്കുന്നു. മൂന്നാമത്തേത് അതിൽ മരണം വരെ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈശോ ഇങ്ങനെ ഈ അവസാനം വരെ ഉറച്ചു നിൽക്കണം എന്ന് ഈശോ എപ്പോഴും ഒരു 2 വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ ഒരു വാക്കേ ഉള്ളൂ, അതാണ് നിങ്ങൾ എന്നിൽ വസിക്കണം എന്നൊരു വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ആവർത്തിച്ച് പറയും. എന്താണ് ആ വാക്ക്? നിങ്ങൾ എന്നിൽ വസിക്കണം. റിമൈൻ ഇൻ മീ, അബൈഡ് ഇൻ മീ. അത് ഈ നിലനിൽക്കുന്ന കാര്യത്തെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്നിൽ ഒരു ദിവസം മാത്രം, അതായത് ഞാൻ ഒരിക്കൽ അത് യൂട്യൂബിലുണ്ടത് പ്രസംഗിച്ചിട്ടുണ്ട്. വന്നു പോകുന്നവരും വസിക്കുന്നവരും വ്യത്യാസമുണ്ട്. വന്നു പോകുന്നവരും വസിക്കുന്നവരും. ഈശോയുടെ അടുത്ത് നമ്മൾ വന്നു പോകുന്നവരല്ല. ഒരു ആവശ്യം വരുന്നു, ഈശോയുടെ അടുത്ത് വരുന്നു, ഈശോയോട് പറയുന്നു, ഈശോ ഇടപെടുന്നു, പിന്നെ നമ്മൾ പോകുന്നു, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും വരുന്നു. അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതമാണ്. വസിക്കുക എപ്പോഴും. അതായത് ക്രിസ്തുവിലല്ലാതെ നമുക്കൊരു ജീവിതമില്ല. യേശുവിന് വെളിയിൽ നമുക്കൊരു ജീവിതമില്ല. യേശുവിനെ കൂടാതെ നമുക്കൊരു ജീവിതമില്ല. യേശുവിനോട് ബന്ധപ്പെടാതെ നമുക്കൊരു ജീവിതമില്ല. യേശുവിനെ ഓർക്കാതെ നമുക്കൊരു നിമിഷം പോലുമില്ല. യേശുവിനോട് ബന്ധപ്പെടുത്താതെ നമുക്കൊരു ജീവിതാനുഭവമില്ല. യേശുവിൻ്റെ കണ്ണിലൂടെ അല്ലാതെ നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടുമില്ല. എല്ലാം, അതായത് എല്ലാം യേശുമയം. എന്താണ്? യേശുമയം. യേശുവാണ് എല്ലാം യേശുവാണ്. അതുകൊണ്ടാണ് അവൻ ഈ വചനമുണ്ട്, അവൻ എല്ലാമാണ് എല്ലാവരിലുമാണ്. അവൻ എല്ലാമാണ്, ഈസ് ഓൾ ആൻഡ് ഈസ് ഇൻ ഓൾ. അവൻ എല്ലാമാണ് എല്ലാവരിലുമാണ്. അപ്പം അതാണ് മൂന്നാമത്തെ അർത്ഥം. ഇത് 3 പിടികിട്ടിയല്ലോ. അതായത് ക്രെഡൻസ്, കോൺഫിഡൻസ്, കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. കൂടുതൽ പിന്നീട് നമുക്ക് വഴിയെ കാണാം. ഇനി ഞാൻ ആമുഖം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സുവിശേഷത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല ഇതുവരെ. അടുത്ത ആമുഖ പാർട്ടിൽ നമ്മൾ കാണുന്ന 2 കാര്യങ്ങളൂടെ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കാണാനുണ്ട്. ഒന്നാമത്തെ കാര്യം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും ഈ സുവിശേഷം പഠിക്കുമ്പോൾ യേശു ആരാണ് എന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരാൻ പോകുന്നത്. ആരാണ് യേശു? യേശു ദൈവമാണ്.
യേശു ദൈവമാണ്, യേശു ദൈവമാണ്. അപ്പോൾ അതാണ് യോഹന്നാൻ മൊത്തത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാശയം. ഇതാണ്, നമുക്കിടയിലൂടെ സഞ്ചരിച്ച ഇയാൾ ദൈവമാണ്. അപ്പോൾ യേശു ദൈവമാണ് എന്നതിന് 2 തരം സൂചനകൾ ഈ സുവിശേഷം കൊടുക്കുന്നുണ്ട്. ഒന്ന്, യേശു ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന 7 വ്യക്തികളെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യേശു ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന എത്ര വ്യക്തികളാണ്? 7 വ്യക്തികൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എത്ര അടയാളമാണുള്ളത്? 7 അടയാളം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എത്ര ഞാൻ പ്രസ്താവനകളാണുള്ളത്? ഐ ആം സെയിങ് 7 എണ്ണമാണ്. ഇങ്ങനെ 7 ഒത്തിരി ഉണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ 7 വിറ്റ്നസ്സസ് എന്നാണ് അതിന് പറയുന്നത്. 7 വിറ്റ്നസ്സസ്, 7 സാക്ഷികൾ. എന്താണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്? ഞങ്ങളുടെ തലവേദന മാറി അവർ സാക്ഷ്യപ്പെടുത്തിയാണോ? എന്താ അവർ സാക്ഷ്യപ്പെടുത്തി? യേശു ദൈവമാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന 7 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. 1 സ്നാപക യോഹന്നാൻ. 2 നഥാനിയേൽ. 3 പത്രോസ്. 4 മാർത്ത. 5 തോമസ് ലീഹ. 6 യോഹന്നാൻ എന്ന ഈ എഴുത്തുകാരൻ, ഈ സുവിശേഷം എഴുതി യോഹന്നാൻ. 7 യേശു തന്നെ, യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന 7 സാക്ഷികൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. ആരൊക്കെയാണ് 7 സാക്ഷികൾ? സ്നാപക യോഹന്നാൻ, നഥാനിയേൽ, പത്രോസ്, മാർത്ത, തോമസ് ലീഹ, യോഹന്നാൻ സുവിശേഷകൻ, ഈശോ തന്നെ. അപ്പോൾ ജീസസ് ഹിംസെൽഫ്. അപ്പോൾ 7 സാക്ഷികൾ. യേശു ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന 7 സാക്ഷികൾ. ഇനി യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന 7 അത്ഭുതങ്ങൾ, യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന 7 അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. എന്തൊക്കെയാണത്? വെറുതെ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയായിരിക്കും? യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന ആദ്യത്തെ അത്ഭുതം, കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി, ആണോ? പിന്നെ യേശു വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി. യേശു വെള്ളം അടിച്ചല്ല, യേശു വെള്ളം വീഞ്ഞാക്കി. അപ്പോൾ അതാണ് ഒന്നാമത്തേത്, വെള്ളം വീഞ്ഞാക്കിയതാണ്. യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന 7 അത്ഭുതങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി. രണ്ടാമത്തേത് രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് വെറുതെ ഓർത്ത് പറയാവുന്നേ ഉള്ളൂ, ബെത്സദ കുളത്തിലെ രോഗശാന്തി. നാലാമത്തേത് 5 അപ്പം 5000 വർദ്ധിപ്പിക്കുന്നത്. 5-ാമത്തേത് യേശു വെള്ളത്തിന് മീതെ നടക്കുന്നത്. 6-ാമത്തേത് യേശു ജന്മനാ അന്ധനായവനെ സുഖപ്പെടുത്തുന്നത്. 7-ാമത്തേത് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അപ്പോൾ ഈ 7 അടയാളങ്ങൾ തെളിയിക്കുന്ന എന്താണ്? അടയാളങ്ങൾ. യോഹന്നാൻ അത്ഭുതങ്ങളെ വിളിച്ചത് ഏത് വാക്കാണ്? അത്ഭുതങ്ങളെന്ന് യോഹന്നാൻ വിളിച്ചിട്ടില്ല. ഏതാ വിളിച്ചത്? അടയാളങ്ങൾ. എന്തുകൊണ്ടാണ് അടയാളങ്ങൾ എന്ന് വിളിച്ചത്? അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ. ഇപ്പോൾ ഇവിടെ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സൈൻ അവിടെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ആ റോഡിൽ വെച്ചിരിക്കുകയാണ്. ആ സൈൻ അപ്പോൾ നിങ്ങൾ ആ ബോർഡ് കണ്ടിട്ട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രമായി നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ റോഡിൽ ഇരിക്കുമോ? ഇല്ല. സൈൻ കണ്ടിട്ട് സൈൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തിലേക്ക്? വേറെ എന്തിലേക്കോ. അതായിട്ടില്ല, അതിനെ ചൂണ്ടിക്കാണിക്കുന്ന അതാണ് അടയാളം. അപ്പോൾ അത്ഭുതങ്ങളിൽ തന്നെ അവസാനിക്കുന്നില്ല. ആ അത്ഭുതങ്ങളെല്ലാം വാതോരാതെ വിളിച്ചു പറയുകയാണ്. എന്ത്? യേശു ദൈവമാണ്. അങ്ങനെ യേശു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 7 അടയാളങ്ങൾ, 7 അത്ഭുതങ്ങളാണ്. യേശു വെള്ളം വീഞ്ഞാക്കുന്നത്, പിന്നെ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നത്, പിന്നെ ബെത്സേദ കുളത്തിൽ പോയി കുളിച്ചിട്ട് വന്നത്, പിന്നെ ബെത്സേദ കുളത്തിൻ്റെ കരയിൽ നിങ്ങൾ പറ, രോഗിയായിട്ട് കിടന്നവനെ എത്ര കൊല്ലമായിട്ട് രോഗിയായിട്ട് കിടന്നോ? 38 കൊല്ലമായിട്ട് രോഗിയായിട്ട് കിടന്നവനെ സുഖപ്പെടുത്തിയത്. പിന്നെന്താണ്? 5 അപ്പം 5000 വർദ്ധിപ്പിച്ചത്. പിന്നെ വെള്ളത്തിന് മീതെ നടക്കുന്നത്, ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തിയത്, ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 എപ്പിസോഡുകളിൽ നമ്മൾ പറയാനായിട്ട് പരിശ്രമിച്ചത് യേശു
യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അതിലേക്കൊന്ന് പ്രവേശിക്കാനുള്ള നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തെ ഒന്ന് വെളിയിൽ നിന്നൊന്ന് നോക്കി കാണാനായിട്ട് പരിശ്രമിക്കായിരുന്നു. ഇപ്പം നമ്മൾ അത്യാവശ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിലേക്ക് നമ്മൾ കയറുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ്, മധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. ഇനി രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു. കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.